ഇറാനുമായി ഡീൽ ഉണ്ടാക്കിയാൽ 50-ൽ നിന്ന് 75% താരിഫ്. അതിൽ നിന്ന് പിന്നോട്ട് പോയില്ലേൽ 100% താരിഫ്. എന്തൊക്കെ ആയിരുന്നു? ഇപ്പോൾ ദാണ്ടെ ഒരൊറ്റ യൂറോപ്യൻ യൂണിയൻ ഡീൽ ഇട്ടപ്പോഴേക്കും ചൈനയ്ക്ക് പോലും ഇല്ലാത്ത 18% താരിഫ് കുറച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ മുന്നിൽ വാലാട്ടി നിന്നിരിക്കുന്നു അമേരിക്ക. നാറ്റോ സഖ്യങ്ങൾക്ക് പോലും 30%മാണ് തീരുവ. ഒറ്റ പേര്, നരേന്ദ്ര ദാമോദർ ദാസ് മോഡി. കീഴടക്കാൻ പറ്റുന്ന രാജ്യങ്ങളിൽ എല്ലാം കലാപവും ആഭ്യന്തര യുദ്ധവും നടത്തി സർക്കാരുകളെ അട്ടിമറിച്ചു. ഇന്ത്യയിൽ പരിപാടി നടത്താൻ പറ്റാതായപ്പോൾ ഒരു ട്രേഡ് വാർ പ്രഖ്യാപിച്ചു. ഇന്ത്യ വഴിക്ക് വരുമെന്ന് കരുതി. പക്ഷേ അമേരിക്കൻ ട്രേഡ് വാറിന് പുല്ലുവില കൊടുത്ത് മാത്രമല്ല അതിനെ കൗണ്ടർ ചെയ്ത് ലാറ്റിൻ അമേരിക്കയായും റഷ്യയുമായും കരാറുകൾ ഒപ്പുവെച്ചു. അവസാനത്തെ ആണി അടിക്കാനായി അമേരിക്ക സ്വപ്നത്തിൽ പോലും കരുതാത്ത യൂറോപ്യൻ യൂണിയനുമായി ഡീൽ. ദാണ്ടെ കിടക്കുന്നു. 55% 18%ആക്കി ചൈനയ്ക്ക് പോലും കൊടുക്കാത്ത ഇളവുമായി ഇന്ത്യയുടെ കാലിൽ വീണിരിക്കുന്നു ലോക പോലീസ്. പൊട്ടൻ സായിപ്പ് നേതാവിന് പറ്റിയ മണ്ടൻ അണികളാണ് കോൺഗ്രസ് അണികളായ അടിമകൾ. ഏഷ്യയിലെ രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ താരിഫ് 18% നമ്മുടെ നാടിന് ബാർഗെയിൻ ചെയ്ത് നേടിയിരിക്കുന്നു. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ കയറ്റുമതി ആഘോഷിക്കുകയാണ്. വെനസ്വേലയിലെ എണ്ണ വാങ്ങും എന്നേ പറഞ്ഞുള്ളൂ, അതും റഷ്യയേക്കാൾ കുറഞ്ഞ വിലയിൽ തന്നാൽ. റഷ്യയുമായിട്ടുള്ള എണ്ണക്കച്ചവടത്തെ പറ്റി കരാറിൽ പരാമർശിച്ചിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, റഷ്യയുമായി Su-57 5ാം തലമുറ യുദ്ധവിമാന നിർമ്മാണത്തിന് ഇന്ത്യയിൽ സംയുക്ത സംരംഭവുമായി ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനുമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഡീലും അതും തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാഹുൽ ഗാന്ധി എന്ന പപ്പു സായിപ്പും അയാളുടെ അമ്മ ഇറ്റലിക്കാരി മദാമയും ആയിരുന്നു ഈ നാടിന്റെ തലപ്പത്ത് ഇരിക്കുന്നതെങ്കിൽ അവസ്ഥ എന്താകുമായിരുന്നു? നമ്മുടെ രാജ്യം ഇപ്പോൾ ചൈനയെ പോലും പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്ക്, സാമ്പത്തിക ശക്തികൾ 3ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ പോകുന്ന ഒരു വൻ കയറ്റുമതി രാജ്യമായി നമ്മുടെ രാജ്യം മാറുകയാണ്. ഇത് നരേന്ദ്രന്റെ ഭാരതമാണ്. വിദേശ ശക്തികളെ കൂട്ടുപിടിച്ച് രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ആ പഴയ ഗാന്ധിയുടെ പേര് പോലും മോഷ്ടിച്ച, രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തക്കാർക്കും ആശ്രിതർക്കും വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കള്ളക്കൂട്ടങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ ഒരു നരേന്ദ്രമോദിയും ടീമും വരേണ്ടി വന്നു. നാം ഓരോരുത്തരും ഋഷിതുല്യനായ ഈ മനുഷ്യനോടും ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടും കടപ്പെട്ടിരിക്കുന്നു.